സാത്താൻ എന്നും അറിയപ്പെടുന്ന പിശാച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നുവെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. യോഹന്നാൻ 10:10 ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ യേശു തന്റെ ജീവൻ നൽകുന്ന ദൗത്യത്തെയും ശത്രുവിന്റെ നാശം വരുത്തുന്ന ദൗത്യത്തെയും താരതമ്യം ചെയ്യുന്നു. നുണകൾ, പ്രലോഭനങ്ങൾ, ഭയം എന്നിവ ഉപയോഗിച്ച് ആളുകളെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അവരെ വഴിതെറ്റിക്കുക എന്നതാണ്. അവൻ കുടുംബങ്ങളെ ആക്രമിക്കുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ലോകത്തിൽ വിദ്വേഷവും ഭിന്നതയും വിതയ്ക്കുകയും ചെയ്യുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും വഞ്ചിച്ചതുപോലെ അവൻ ഇപ്പോഴും ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റാൻ വഞ്ചന ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനും നമുക്ക് സമൃദ്ധമായ ജീവൻ നൽകാനുമാണ് യേശു വന്നത്. തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും യേശു പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയും രക്ഷയും വിജയവും വാഗ്ദാനം ചെയ്തു. പിശാച് നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷേ ക്രിസ്തുവിൻ്റേതായവരുടെ മേൽ അവന് അധികാരമില്ല. ജാഗ്രത പാലിക്കാനും ദൈവത്തിന്റെ പടച്ചട്ട ധരിക്കാനും വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് പിശാചിനെ ചെറുക്കാനും ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശത്രു യഥാർത്ഥവും അപകടകാരിയുമാണെങ്കിലും അവൻ പരാജിതനായ ശത്രുവാണ്. ദൈവവചനം, പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എന്നിവയാൽ വിശ്വാസികൾക്ക് ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും മറികടന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയും.